കോട്ടയം മെഡിക്കൽ കോളേജിനെതിരെ ചികിത്സാ പിഴവ് പരാതി. ശസ്ത്രക്രിയയെ തുടർന്ന് കാലിലെ മുറിവിനുള്ളിൽ സൂചി കുടുങ്ങിയെന്ന് പത്തനംതിട്ട കടമ്പനാട് സ്വദേശി സബിൻ പറഞ്ഞു. അടൂർ ജനറൽ ആശുപത്രിയിൽ പോയി ഇതിന്റെ എക്സ്റേ സബിൻ എടുത്തു. പിന്നീട് സ്വന്തമായി സൂചി വലിച്ചൂരുകയായിരുന്നു. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഇതെപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ മാറി മാറി വരുന്ന സർക്കാരുകളൊക്കെ മാറി മാറി വരുന്നുണ്ടെങ്കിലും ഈ സിസ്റ്റത്തിലെ വീഴ്ച അല്ലെങ്കിൽ ചികിത്സാ പിഴവ് പോലെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിലൊരു പരിഹാരം കണ്ടെത്താൻ ഇതുവരെ സാധിക്കുന്നില്ല. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെതായിട്ടുള്ള പരാതിയുടെ പൂർണ്ണരൂപം എങ്ങനെയാണ്? അതായത് 2 മാസക്കാലം മുൻപ് കടമ്പനാട് സ്വദേശിയായ സബിന് ഒരു വാഹന അപകടം സംഭവിക്കുന്നു. അങ്ങനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. വലത് കാലിന് സാരമായ മുറിവേറ്റിരുന്നു. ഈ മുറിവിൽ ശസ്ത്രക്രിയ വേണമെന്ന് അന്ന് തന്നെ അറിയിക്കുകയും ഏപ്രിൽ 11-ാം തീയതി ഈ ശസ്ത്രക്രിയ നടത്തുകയും ചെയ്തു. ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ കാലിൽ കനത്ത നീരും അതുപോലെ തന്നെ വേദനയും അനുഭവപ്പെട്ടിരുന്നു. ആദ്യഘട്ടത്തിൽ മുറിവിൽ നിന്നുണ്ടായ വേദനയും നീരും ആകാമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ ഈ വേദനയും നീരും അസഹ്യമായതോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ വീണ്ടും ചികിത്സ തേടി. ആ ഘട്ടത്തിൽ തന്നെ മുറിവിൽ നിന്നും സൂചിയുടെ പിൻഭാഗം പുറത്ത് കാണാമായിരുന്നു എന്ന് സബിൻ പറയുന്നുണ്ട്. പക്ഷേ ആശുപത്രിയിലെ അധികൃതർ അല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞിരുന്നത് തയ്യലാണ്, മുറിവിലിട്ട തയ്യലാണ് ഈ പുറത്ത് കാണുന്നത് എന്നായിരുന്നു. എന്നാൽ പിന്നീടും വേദന ഒട്ടും കുറവില്ലായിരുന്നു, കനത്ത നീരും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നീട് അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയും എക്സ്റേ എടുക്കുകയും ചെയ്തത്. പക്ഷേ എക്സ്റേ എടുത്ത ദിവസം ഡോക്ടറെ കാണാൻ സാധിച്ചില്ല. തിരികെ വീട്ടിലെത്തിയ സബിൻ ആ മുറിവിൽ ശക്തിയായി അമർത്തുകയും ഈ നേരത്തെ സൂചിയുടെ പിൻഭാഗം ചെറിയ രീതിയിൽ കണ്ടിരുന്നത് പൂർണ്ണമായും മുറിവിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ സൂചിയാണ് ഈ മുറിവിൽ ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമായത് എന്ന് സബിൻ പറയുന്നു. എന്തായാലും ഈ സംഭവത്തിൽ ഈ ആശുപത്രി അധികൃതർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, ഡോക്ടർമാർക്ക് വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് സബിന്റെ ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനടക്കം പരാതി കുടുംബം നൽകിയിട്ടുണ്ട്. എന്തായാലും സാരമായ വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഈ രോഗി അല്ലെങ്കിൽ പരാതിക്കാരൻ പറയുന്നത്. മുറിവിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന സൂചിയാണ് തന്റെ മുറിവിൽ ഇത്രയും നാൾ 2 മാസക്കാലം മുറിവിലിരുന്നത് എന്നാണ് ഈ സബിൻ പറയുന്നത്. അരുണ്യ, ശരി, ശ്രീരാജ് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.